നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. നടനും മിമിക്രി കലാകാരനുമായിരുന്ന കൊല്ലം സുധിയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ കുടുംബം മലയാളി പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയാണ്. കൊല്ലം സുധിയുടെ മകൻ കിച്ചു എന്ന രാഹുൽ ദാസും പ്രേക്ഷകർക്ക് പ്രിയങ്കരനാണ്. സുധിയുടെ ആദ്യ ഭാര്യയിലെ മകനാണ് കിച്ചുവെങ്കിലും സുധി പിന്നീട് വിവാഹം കഴിച്ച രേണു കിച്ചുവിനെ സ്വന്തം മോനെ പോലെയാണ് വളർത്തിയത്. കിച്ചുവിന് എല്ലാം അച്ഛനായിരുന്നു. കൈക്കുഞ്ഞായിരുന്ന കിച്ചുവിനെ ഉപേക്ഷിച്ച് ആദ്യ ഭാര്യ പോയപ്പോൾ സുധി തനിച്ചാണ് കിച്ചുവിനെ വളർത്തിയത്. അച്ഛൻ അപ്രതീക്ഷിതമായി വിട്ടുപോയപ്പോൾ നടുക്കടലിൽ ഉൾപ്പെട്ട അവസ്ഥയിലായിരുന്നു കിച്ചു. പിന്നീട് പതിയെ ആ സങ്കടങ്ങളിൽ നിന്നെല്ലാം തിരിച്ചു കയറി ഇപ്പോൾ പഠനത്തിന് പ്രാധാന്യം നൽകിയാണ് മുന്നോട്ട് പോകുന്നത്. അതിനിടയിൽ തന്റെ സന്തോഷങ്ങളും വിശേഷങ്ങളും പങ്കുവയ്ക്കാനായി ഒരു യൂട്യൂബ് ചാനലും ആരംഭിച്ചു. 2 ലക്ഷത്തിനടുത്ത് സബ്സ്ക്രൈബേഴ്സുള്ള ഒരു യൂട്യൂബ് ചാനലും കിച്ചുവിനുണ്ട്. കൊല്ലത്താണ് താമസമെങ്കിലും ഇടയ്ക്ക് അനിയനെ കാണാനായി കിച്ചു കോട്ടയത്ത് വരാറുണ്ട്. ഇപ്പോഴിതാ തന്റെ ജീവിതകഥ പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് കിച്ചു. പൊതുവേ ഞാൻ അങ്ങനെ അധികം സംസാരിക്കാറില്ല. കുറെ പ്രശ്നങ്ങളൊക്കെ വന്ന് ഇങ്ങനെ ആയി പോയതാണ്. 2004 ഞാൻ ജനിച്ചത്. ശാലിനി എന്നാണ് അമ്മയുടെ പേര്. കുട്ടിക്കാലത്തെ ഓർമ്മകൾ എന്താണെന്ന് വെച്ചാൽ രണ്ടുപേരും തമ്മിലുള്ള അടിയാണ്. അത് കണ്ടാണ് വളർന്നത്. എനിക്ക് 1.5 വയസ്സുള്ളപ്പോൾ അമ്മ വേറൊരാളോടൊപ്പം പോയി. പിന്നീട് ഒരിക്കൽ അച്ഛൻ സ്കൂട്ടർ എടുത്ത് എങ്ങോട്ടോ പോവാനൊരുങ്ങി. എന്തോ മരിക്കാൻ എങ്ങാണ്ട് പോയതാണ്. ഞാനും വരുന്നുവെന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ നീ വരേണ്ടെന്ന് പറഞ്ഞു. ഞാൻ കരഞ്ഞു തുടങ്ങിയപ്പോൾ എന്നെയും കൂട്ടി. ലോറിയിലേക്ക് സ്കൂട്ടർ ഇടിച്ചെങ്കിലും ഞങ്ങൾക്ക് കാര്യമായ പരിക്കുകളോ ഒന്നും ഇല്ലായിരുന്നു. 2-3 വയസ്സായപ്പോഴാണ് കൊല്ലത്തേക്ക് വരുന്നത്. അന്ന് അച്ഛൻ വേറെ കല്യാണം കഴിച്ചിരുന്നു. വീണ എന്നായിരുന്നു അവരുടെ പേര്. അതോടെ അച്ഛനുമായൊരു കോണ്ടാക്റ്റേ ഇല്ലാതായി പോയിരുന്നു. അച്ഛൻ എപ്പോഴും അവരുടെ വീട്ടിലായിരുന്നു. ഒരു ടൈമിൽ വന്ന് എന്നെ കാണും. ഞാൻ അച്ഛനെ സുധിക്കുട്ട എന്നായിരുന്നു വിളിച്ചിരുന്നത്. അതൊന്നും അവർക്ക് ഇഷ്ടമില്ലായിരുന്നു. അതിലും പ്രശ്നങ്ങളായിരുന്നു. അവരുടേത് സെക്കൻഡ് മാരേജ് ആയിരുന്നു. അതിൽ 2 മക്കളുണ്ട്. അതൊന്നും എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു. ഒരു സ്കൂട്ടർ എടുത്തപ്പോൾ അവരുടെ മക്കളുടെ പേരായിരുന്നു ഇട്ടത്. പ്രശ്നങ്ങൾ കൂടിയതോടെ ആയിരുന്നു അവർ പിരിഞ്ഞത്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് രേണു ഇപ്പോഴത്തെ അമ്മയെ പരിചയപ്പെടുന്നത്. ആ സമയത്ത് നല്ലതായിരുന്നു. ഞങ്ങൾ നല്ല കമ്പനിയായിരുന്നു. നിനക്കിഷ്ടമാണോ ഞാൻ കല്യാണം കഴിക്കട്ടെ എന്ന് ചോദിച്ചിരുന്നു. വീട്ടുകാരോടൊക്കെ സംസാരിച്ചതിന് ശേഷമായിരുന്നു അവരുടെ വിവാഹം. കൊല്ലത്തെ വീട്ടിലേക്കായിരുന്നു ആദ്യം പോയത്. ഇടയിൽ വഴക്കായപ്പോഴാണ് കോട്ടയത്തേക്ക് പോകുന്നത്. ആദ്യമൊക്കെ നല്ല രസമായിരുന്നു. പിന്നെയാണ് എന്തൊക്കെയോ പ്രശ്നങ്ങൾ തുടങ്ങിയത്. കമ്പ്യൂട്ടറിൽ ഗെയിമും കളിച്ച് ഒരു റൂമിൽ തന്നെ ഇരിക്കും. അച്ഛൻ വന്ന് ഫുഡ് തരും, അത് കഴിക്കും. അങ്ങനെയായിരുന്നു. ആ സമയത്താണ് കൊറോണ വരുന്നത്. അമ്മയുടെ വീട്ടുകാരുടെ ചെലവുകളെല്ലാം നോക്കിയിരുന്നത് അച്ഛനായിരുന്നു. അച്ഛൻ ആരോടും നോ പറയാൻ അറിയില്ലായിരുന്നു. 3 വർഷത്തോളം വീടിനകത്തായിരുന്നു. കമ്പ്യൂട്ടർ വിറ്റ ശേഷമാണ് വണ്ടി വാങ്ങിയത്. വീട്ടുകാരുടെ സ്വഭാവമെല്ലാം ഒരുമാതിരിയായിരുന്നു. വണ്ടിയൊക്കെ വാങ്ങിയ ശേഷമാണ് കൂട്ടുകാരുമായി അടുക്കുന്നത്. ഒറ്റപ്പെടലിൽ ചില ദുശീലങ്ങൾ തുടങ്ങിയിരുന്നു. കൊല്ലത്ത് വന്ന് നിന്നോട്ടെ എന്ന് വിളിച്ചു ചോദിച്ചിരുന്നുവെങ്കിലും അവർ സമ്മതിച്ചിരുന്നില്ല. അച്ഛൻ ഷൂട്ടിന് പോകുമ്പോൾ എന്നെയും കൂട്ടുമായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ സംസാരിക്കുന്നതൊക്കെ. ഞാൻ അച്ഛനൊപ്പം പോകുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. എന്താണെന്ന് അറിയില്ല, ആർക്കും ഇഷ്ടമല്ലായിരുന്നു എന്നെ. എന്തൊക്കെ ചെയ്താലും വിഷമം വന്നാലും എനിക്ക് അച്ഛനെ വിളിക്കാമായിരുന്നു. ആ ഒരു ധൈര്യം എനിക്കുണ്ടായിരുന്നു. ഇടയ്ക്ക് ഞങ്ങൾ വഴക്കൊക്കെ കൂടിയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയും ഒന്നാവും. അങ്ങനെയായിരുന്നു. അച്ഛനായിരുന്നു എൻ്റെ ജീവിതത്തിലെ എല്ലാമെന്നും കിച്ചു പറഞ്ഞിരുന്നു. അതേസമയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വേടന്റെയും ഗബ്രിയുടെയും റാപ്പുകളും പാട്ടുകളും തന്നെ കൊണ്ട് കഴിയും വിധം പാടി കിച്ചു പങ്കുവെക്കാറുണ്ടായിരുന്നു. വേടന്റെ റാപ്പ് പാടിയപ്പോൾ സിനിമാ സീരിയൽ രംഗത്ത് സജീവമായി നിൽക്കുന്ന കലാകാരന്മാർ വരെ കിച്ചുവിനെ അഭിനന്ദിച്ചെത്തിയിരുന്നു. നീ കേറി വാടാൻ പോനെ, നിന്റെ അച്ഛന്റെ ലേബലിൽ തിളങ്ങാൻ നിന്നോളം അർഹത മറ്റാർക്കാണ് എന്നിങ്ങനെയുള്ള കമന്റുകളും വീഡിയോയ്ക്ക് ലഭിച്ചിരുന്നു. വേടന്റെ റാപ്പ് താൻ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് കണ്ടതുകൊണ്ടാകണം കഴിഞ്ഞ ദിവസം ഗബ്രിയുടെ രാവാണോ എന്ന ഗാനമാണ് കിച്ചു ആലപിച്ചത്. ചെറിയൊരു ഇൻട്രോയും പാട്ട് തുടങ്ങും മുൻപ് കിച്ചു നൽകിയിരുന്നു. എൻ്റെ ലൈഫിൽ ഞാൻ ഭയങ്കരമായ ഇരുട്ടത്ത് നടന്ന സമയത്ത് എൻ്റെ ലൈഫിലേക്ക് വെട്ടം കൊണ്ടുവന്ന ഒരാളുണ്ട്. അയാൾക്ക് വേണ്ടി താൻ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് കിച്ചു പറഞ്ഞത്. അങ്ങനൊരു ഇൻട്രോ പറഞ്ഞതുകൊണ്ടാകണം ആ വ്യക്തി ആരാണെന്ന് അറിയാൻ പ്രേക്ഷകർക്കും ആകാംക്ഷയായി. ആ വ്യക്തി രേണുവാണോ എന്നാണ് ചിലർ ചോദിച്ചത്. അതിന് കിച്ചു നൽകിയ മറുപടിയും വൈറലായിരുന്നു. അയ്യോ എന്നെഴുതി തൊഴുകയും സ്മൈലിയുമാണ് കിച്ചു മറുപടിയായി കുറിച്ചത്. ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ, എങ്ങനെയെങ്കിലും മറക്കാൻ ശ്രമിക്കുകയാണ് എന്ന് പറയാതെ പറയുന്നത് പോലെ ഉണ്ടായിരുന്നു കിച്ചുവിന്റെ മറുപടി എന്നാണ് കമന്റ് കണ്ട് ചില ഫോളോവേഴ്സ് കുറിച്ചത്. പ്രണയിനി ഉണ്ടോ, അതാണോ ഇങ്ങനെ ഒരു ഗാനം ആലപിച്ചത് എന്നായിരുന്നു മറ്റു ചിലരുടെ ചോദ്യം. പ്രണയത്തിലാണെങ്കിലും അമ്മ രേണുവിനെ പറയരുത്, അതും വിറ്റ് കാശാക്കുമെന്ന് കിച്ചുവിനെ ഉപദേശിച്ചും ചിലരെത്തി. മണിക്കൂറുകൾക്കുള്ളിൽ വീഡിയോ 10 ലക്ഷം കാഴ്ചക്കാരെ നേടി. വേടന്റെ റാപ്പ് പാടിയപ്പോഴും 10 ലക്ഷം വ്യൂസ് കിച്ചുവിന് ലഭിച്ചിരുന്നു. മുൻപൊരിക്കൽ രേണു സുധിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിന്
സോഷ്യൽ മീഡിയ ലൈവിൽ കിച്ചു നൽകിയ മറുപടിയും ചർച്ചയായി മാറിയിരുന്നു. ലൈവിൽ അമ്മ മീഡിയയോട് ഓവറായി സംസാരിക്കുന്നത് കുറയ്ക്കാൻ പറയുമോ എന്ന ചോദ്യത്തിന് അതിപ്പോ ഞാൻ എങ്ങനെയാ പറയുന്നത്, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, അതിൽ കയറി എന്തെങ്കിലും പറയുന്നത് എന്തിന്, ഞാൻ കുറച്ച് നല്ല കാര്യങ്ങൾ പറയുന്നില്ലേ, അത്രയേ ഉള്ളൂ, വേറൊരാളെ തിരുത്താനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ എന്റെ കാര്യം നോക്കി പോകുന്നു, അതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ, നമുക്കത് തിരുത്താം, ഞാൻ ഇങ്ങനെയാണ്, ആർക്കും ഒരു ശല്യവുമില്ലാതെ എന്റെ എൻജോയ്മെന്റിൽ മുന്നോട്ട് പോകുന്നു, ഓരോ പ്രശ്നത്തിൽ കയറി ഇടപെട്ട് എന്തിനാണ് വെറുതെ, അമ്മയെ തിരുത്താൻ എന്നെ കൊണ്ടും വയ്യ, ഞാൻ എന്റെ കാര്യം നോക്കി പൊക്കോളാം, അമ്മയ്ക്ക് അമ്മയുടേതായ ഒരുപാട് ഇഷ്ടങ്ങളുണ്ട്, അതിൽ തന്നെ നിൽക്കട്ടെ, അതിൽ കയറി ഞാൻ എന്തിന് ഇടപെടണം, അതിൽ എനിക്ക് ഒരു പ്രശ്നവുമില്ല, കുറെ നാളായി ഞാൻ ഇതൊക്കെ കേൾക്കുന്നുണ്ട്, ഞാൻ പറയുന്ന കാര്യങ്ങൾ വേറെ രീതിയിലേക്ക് മാറ്റുകയാണ്, കട്ട് ചെയ്ത് വീഡിയോകൾ ഇടുമ്പോൾ ഇതുകൂടി അതിൽ വരണം, ഞാൻ എൻ്റെ ഇഷ്ടം നോക്കി പോകട്ടെ, വെറുതെ വിടൂ പ്ലീസ് എന്നാണ് കിച്ചു പറഞ്ഞത്. കൊല്ലം സുധിയുടെ മക്കൾക്കായി KHDC എന്ന കൂട്ടായ്മ നിർമ്മിച്ചു കൊടുത്ത വീടുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രതികരിച്ചും കിച്ചു രംഗത്തെത്തിയിരുന്നു. ഞാൻ ഇതുവരെ വീട് വെച്ച് തന്നവർക്കെതിരെയോ ഫിറോസിക്കെതിരെയോ സംസാരിച്ചിട്ടില്ല, എന്റെ പേരിലുമാണ് ആ വീട് തന്നിരിക്കുന്നത്, ഫിറോസിക്കയുമായി ഇടയ്ക്കിടെ ബന്ധപ്പെടാറുണ്ട്, ഞാനുമായി ഒരു പ്രശ്നവും അവർക്കില്ല, അങ്ങനെ ഒരു വീട് എനിക്ക് തന്നതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ, ഞാൻ ഇതുവരെ ആ വീടിനെ കുറ്റം പറഞ്ഞിട്ടില്ല, ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് നമ്മുടെ കാര്യമാണ്, നമ്മളാണ് തീർക്കേണ്ടത്, അവരുടെ ഉത്തരവാദിത്തമല്ല, അങ്ങനെ ഒരു വീട് തന്നത് തന്നെ അവരുടെ വലിയ മനസ്സുകൊണ്ടാണ്, ഞാൻ ഒരിക്കലും അവരെ തള്ളി പറയില്ല, പിന്നീട് അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മുടെ കടമയാണ്, എനിക്ക് കംഫർട്ടായി നിൽക്കാൻ പറ്റുന്നത് ഇപ്പോൾ കൊല്ലത്താണ്, അതുകൊണ്ടാണ് ഞാൻ അവിടെ നിൽക്കുന്നത്, പഠിത്തമാണേലും ഇപ്പോൾ ഇവിടെയാണ് എന്നായിരുന്നു കിച്ചു പറഞ്ഞത്. കിച്ചുവിന്റെ വാക്കുകൾക്ക് നന്ദി പറഞ്ഞ് കേരള ഹോം ഡിസൈൻ ഗ്രൂപ്പ് സ്ഥാപകനും വീട് വെച്ച് നൽകാൻ നേതൃത്വം വഹിച്ചയാളുമായ ഫിറോസ് രംഗത്തെത്തിയിരുന്നു. പക്വമായ പ്രതികരണം, അവസാനം യഥാർത്ഥ അവകാശി പ്രതികരിച്ചിട്ടുണ്ടെന്നായിരുന്നു വീഡിയോയിൽ നിന്നുള്ള കിച്ചുവിന്റെ ആ ഭാഗം മാത്രം പങ്കുവെച്ചുകൊണ്ട് ഫിറോസ് കുറിച്ചത്. പക്വമായ പ്രതികരണം, അവസാനം യഥാർത്ഥ അവകാശി പ്രതികരിച്ചിട്ടുണ്ട്, കിച്ചു നീ എന്ന് അവിടെ താമസിക്കുന്നുവോ, അന്ന് ഞാൻ ഉണ്ടെങ്കിൽ ആ വീട് എൻ്റെ പോക്കറ്റിലെ കാശെടുത്ത് ഞാൻ നിനക്ക് എല്ലാ മെയിൻ്റെനൻസും ചെയ്തു തരും എന്നായിരുന്നു ഫിറോസ് പറഞ്ഞിരുന്നത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.